Hello dear students. നമ്മൾ പാസ്കൽസ് നിയമം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാസ്കൽസ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്കൽസ് നിയമം ബന്ധപ്പെട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഈ രീതിയിലുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, ഒരു വെസൽ, നമുക്കിപ്പോൾ ഈ ഒരു വെസൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്, ഈ വെസലിന് രണ്ട് ഓപ്പണിംഗ് നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക, ഈ ഒരു ഫിഗർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം പാസ്കൽസ് നിയമം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ക്ലോസ്ഡ് വെസലിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയിരിക്കും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. ആ പ്രഷർ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്യും എന്നുള്ളതാണ് പാസ്കൽസ് നിയമം പറയുന്നത്, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മുടെ JCB ഒക്കെ വർക്കിംഗ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ലെവറാണ് മാത്രം ആ ഒരു JCB ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ലിവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ വലിയ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്, ശരിയല്ലേ? നമ്മൾ ചെറിയൊരു ഫോഴ്സേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു ചെറിയ ഫോഴ്സിനെ വലിയ ഒരു ഫോഴ്സായിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്കൽസ് ലോ അനുസരിച്ച് നമ്മൾ ചെറിയ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു, അതിനെ അത് വലിയ ഒരു ഫോഴ്സ് ആയിട്ട് അതെന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന പാസ്കൽസ് ലോയുടെ തന്നെ ഒരു ഭാഗമാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വെസലാണ്. രണ്ട് ഓപ്പണിംഗ് നിങ്ങൾ കാണുന്നുണ്ട്. X എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഇവിടെ കാണുന്നുണ്ട്, Y എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഓപ്പണിംഗ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്, വാട്ടർ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇവിടെ ഈ X എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം, X എന്ന് പറയുന്ന ഇവിടെ നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, Y എന്ന് പറയുന്ന അവിടെ നമ്മൾ മറ്റൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഈ X എന്ന് പറയുന്ന അവിടെ നമ്മുടെ ഈ പിസ്റ്റൺ നമ്മളത് താഴ്ത്തുവാണ്. ആ പിസ്റ്റൺ നമ്മളത് താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. F എന്താണ്, ഫോഴ്സ്, അല്ലേ? അപ്പോൾ F1 എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ ആ ഒരു ഏരിയ എത്ര നിങ്ങൾ നോക്കിയേ, A1 ആണ് അവിടുത്തെ ഏരിയ, ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആ ഒരു F1 എന്ന് പറയുന്ന ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ ഇതിനെ താഴ്ത്തുമ്പോൾ ഇതേപോലെ ഈ ഒരു F2ൻ്റെ അവിടുത്തെ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, മുകളിലേക്ക് ഇങ്ങനെ ഉയരും. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് നമുക്ക് എന്ത് പറയാം, F2 എന്ന് പറയാൻ വേണ്ടി പറ്റും. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, ആ ഒരു ഫോഴ്സ് നമുക്ക് എന്താണ്, F2 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള ആ ഒരു ഏരിയ നോക്കി, ഇവിടെ ഇത്രയും ഏരിയ ഉണ്ടല്ലേ, ഇവിടെ എന്താണ്, A2 എന്ന് പറയാൻ വേണ്ടി പറ്റും. A2 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രഷർ P = F / എന്താണ്, A ആണ്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രഷറിൻ്റെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് / ഏരിയ ആണ്. F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് / A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷർ നമുക്ക് എന്ത് കൊടുക്കാം, Px എന്ന് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് X എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ നമുക്ക് Px എന്ന് കൊടുക്കാം. അത് എത്രയായിരിക്കും, Px = എന്താണ്, F1 / A1 എന്ന് വരും. F1 / A1, കാരണം ഈ ഒരു ഭാഗത്ത് ഉള്ള ഫോഴ്സ് F1 ആണ്, ഹരിക്കണം / A1 എന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള ഏരിയ. അപ്പൊ F1 / A1. ഓക്കെ, Px = എന്താണ്, F1 / A1 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തുണ്ടാകുന്ന പ്രഷർ നമുക്ക് Py എന്ന് കൊടുക്കാം. ഈ ഭാഗത്തുണ്ടാകുന്ന പ്രഷർ Py ആണെങ്കിൽ അത് എത്രയായിരിക്കും, Py = എത്രയായിരിക്കും, F2 / A2 എന്നായിരിക്കും, അല്ലേ? കാരണം അവിടെയുള്ള
ഫോഴ്സ് എന്താണ്, ആ ഭാഗത്തുള്ള ഫോഴ്സ് എന്താണ്, F2 ആണ്, ഡിവൈഡ് ബൈ അവിടെയുള്ള ഏരിയ എന്താണ്, A2 ആണ്. ഇനിയും പാസ്കൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം ഈ രണ്ട് എക്സിലുണ്ടാകുന്നതും വൈയിലുണ്ടാകുന്നതും പ്രഷർ രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എക്സിലും വൈയിലുമുള്ള പ്രഷർ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. കാരണം പാസ്കൽസ് ലോ അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പി എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, പി വൈ ആയിരിക്കും. പി എക്സ് ഈസ് ഈക്വൽ ടു പി വൈ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ പി എക്സ് എന്ന് വെച്ചാൽ എന്താ, F1 ഡിവൈഡ് ബൈ A1 ആണ് അല്ലേ. പി വൈ എന്ന് വെച്ചാൽ എന്താ, F2 ഡിവൈഡ് ബൈ A2 ആണ് അല്ലേ. അപ്പൊ ഈ പി എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ F1 ഡിവൈഡ് ബൈ A1 കൊടുക്കുന്നു, പി വൈയുടെ സ്ഥാനത്ത് നമ്മൾ F2 ഡിവൈഡ് ബൈ A2 കൊടുക്കുന്നു. അപ്പൊ എങ്ങനെയാ ഇക്വേഷൻ വരിക, F1 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ A2 എന്ന് വരുമല്ലോ. ഇതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ ബന്ധപ്പെടുത്തിയായിരിക്കും നമുക്ക് കൂടുതലായിട്ടും പ്രോബ്ലംസ് വരിക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കി, the area of one end of a U-shaped tube is 1 meter square and that of other end is 10 meter square. When a force was applied on the liquid at the first end, the force experienced at the other end is 2000 Newton. What is the force applied on the liquid at the first end? That is a question. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇവിടെ രണ്ട് എൻഡ് ഉണ്ട്. രണ്ട് എൻഡ് ഞാൻ ഇവിടെ ഒരു എൻഡ് ചെറുതും ഒരു എൻഡ് വലുതുമായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് എന്ത് പറയാം, F1 എന്ന് പറയാം. ഫസ്റ്റത്തെ എൻഡ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് F1. അവിടെ ഉണ്ടാകുന്ന ഏരിയ എന്താണ്, A1 ആണ്. ദെൻ സെക്കൻഡ് എൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് നമുക്ക് എന്താണ്, F2 എന്ന് പറയാം. അവിടെയുള്ള ഏരിയ എന്താണ്, A2 എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബാണ്. അതിൽ ഒന്നാമത്തെ ആ ഒരു ട്യൂബിൻ്റെ സൈസ് പറയുന്നത് എത്രയാണ്, 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ട്യൂബ്, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്യൂബ്. അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്, 1 മീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പം A1 എന്ന് വെച്ചാൽ എത്രയാണ്, A1 എന്ന് വെച്ചാൽ 1 മീറ്റർ സ്ക്വയർ. മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്നത് മനസ്സിലായില്ലേ. ഇത് ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യു ഷേപ്പ് ട്യൂബ് ഈസ് 1 മീറ്റർ സ്ക്വയർ. അതായത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു എൻഡിലുള്ള യു ഷേപ്പിലുള്ള ഈ ഒരു ട്യൂബിൻ്റെ ഈ സൈസ്, ഈ ഒരു എൻഡിന് ഉള്ള ഏരിയ എത്രയാണെന്ന് പറയുന്നത്, 1 മീറ്റർ സ്ക്വയർ എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഓഫ് ദ അതർ എൻഡ് ഈസ് 10 മീറ്റർ സ്ക്വയർ. അതായത് ഈ എൻഡിൽ എത്രയാണ് സൈസ് അല്ലെങ്കിൽ ഏരിയ വരുന്നത്, നമുക്ക് A2 നമുക്കറിയാം. A2 എത്രയാണ്, A2 10 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. ഏരിയ ഓഫ് ഫസ്റ്റ് എൻഡ് ഓഫ് എ യു ഷേപ്പ് ട്യൂബ് ഈസ് 1 മീറ്റർ സ്ക്വയർ. ഫസ്റ്റത്തെ എൻഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പം നമുക്കതിനെ A1 എന്ന് പറയാം. അത് എത്രയാണ്, 1 മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ദ അതർ എൻഡ് ഈസ് 10 മീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ എൻഡ് അതിൻ്റെ ഏരിയ നമ്മൾ A2 എന്നാണ് പറയുക. അത് എത്രയാണ്, 10 മീറ്റർ സ്ക്വയർ ആണ്. ദെൻ അടുത്തത് എന്താ, വെൻ എ ഫോഴ്സ് വാസ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് അറ്റ് ദ ഫസ്റ്റ് എൻഡ്. ഫസ്റ്റ് എൻഡിൻ്റെ അവിടെ നമ്മളൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ഈ ഫസ്റ്റ് എൻഡിൻ്റെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ എന്ത് പറയുന്നത്, F1 എന്ന് പറയുന്നത് അല്ലേ. അപ്പം വെൻ എ ഫോഴ്സ് വാസ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് അറ്റ് ദ ഫസ്റ്റ് എൻഡ്. ഫസ്റ്റ് എൻഡിന് അവിടെ നമ്മൾ എന്തോ ഒരു ഫോഴ്സ് കൊടുത്തു, അത് F1 ആണ്. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് അറ്റ് ദ അതർ എൻഡ്. അങ്ങനെ നമ്മൾ ഏതോ ഒരു ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് എൻഡിന് അവിടെ കൊടുത്തപ്പോൾ സെക്കൻഡ് എൻഡിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തു. അത് എത്രയാണെന്ന് പറയുന്നത്, 20,000 ന്യൂട്ടൺ എന്നാണ് പറയുന്നത്. 20,000 ന്യൂട്ടൺ. അതായത് ഫസ്റ്റ് എൻഡിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ, എത്ര ഫോഴ്സ് നമുക്ക് അറിയില്ല കേട്ടോ. ഈ ഫസ്റ്റ് എൻഡിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ സെക്കൻഡ് എൻഡിൽ 20,000 ആയിട്ട് അവിടെ എന്ത് ചെയ്തു, ഫോഴ്സ് ഉണ്ടായി.
സെക്കൻഡ് എൻഡിലുണ്ടായ ഫോഴ്സ്. അപ്പോൾ സെക്കൻഡ് എൻഡിലുണ്ടായ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് F2 എന്ന് പറയാം. F2 എത്രയാണ്? 20,000 എന്താണ്? ന്യൂട്ടൺ ആണെന്ന് പറയുന്നത്. Then what is the force applied on the liquid at the first end? ഫസ്റ്റ് എൻഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ F1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. F1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായല്ലോ. ദ ഏരിയ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ദ ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യു ഷേപ്പ് ട്യൂബ് ഈസ് 1 മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ഥലത്തെ ഏരിയ, അതായത് A1 അതെത്രയാണ്? 1 മീറ്റർ സ്ക്വയർ. ആൻഡ് ദാറ്റ് ഓഫ് അതർ എൻഡ് ഈസ് 10 മീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ എൻഡിൻ്റെ ഏരിയ എത്രയാണ്? അത് A2 ആണ്. അതെത്രയാണ്? 10 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നുണ്ട്. When a force was applied on the liquid at the first end, ഫസ്റ്റ് എൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് അതെന്താ? F1 ആണ്. പക്ഷെ നമുക്ക് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ പറയുന്നത് when a force was applied on the liquid at the first end, the force. അപ്പം ഈ ഫസ്റ്റ് എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് എൻഡിൽ ഉണ്ടായ ഫോഴ്സ് ആണ് പറയുന്നത്. when a force was applied on the liquid at the first end, the force experienced at the other end is 2000 Newton. അതായത് ഫസ്റ്റ് എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് എൻഡിൽ ഉണ്ടായ ഫോഴ്സ്, അതായത് F2 എത്രയാണ്? 20,000 ന്യൂട്ടൺ ആണെന്ന് പറയുന്നു. 20,000 ന്യൂട്ടൺ ആണെന്ന് പറയുന്നു. Then the question is, what is the force applied on the liquid at the first end? What is the force applied on the liquid at the first end? ഫസ്റ്റ് എൻഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. F1 കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് F1 കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു പ്രോബ്ലം നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനെ ഒന്ന് എഴുതാം. നമുക്കറിയാം പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? F1 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ A2 അല്ലേ? ഇങ്ങനെ ഇക്വേഷൻ അല്ലേ? പാസ്കൽസ് ലോയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. F1 ഡിവൈഡ് ബൈ A1 ഈസ് ഈക്വൽ ടു F2 ഡിവൈഡ് ബൈ A2 എന്നാണ്. ഇനി നമുക്ക് ഇതിനുള്ളിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? F1 ആണ് കണ്ടുപിടിക്കേണ്ടത്. A1 അറിയാം, F2 അറിയാം, A2 അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലുള്ള ഒരു ക്വസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന്. അതായത് ഇതും ക്രോസ് ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് F1 ഇൻറ്റു A2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? F2 ഇൻറ്റു A1 ആയിരിക്കും. ഇതാണ് നമ്മളുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻറ്റു ഇത് F1 ഇൻറ്റു A2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഇൻറ്റു ഇതായിരിക്കും. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് മനസ്സിലായോ? ഇത് ഇൻറ്റു ഇത് F1 ഇൻറ്റു A2 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A1. കണ്ടോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? F1 ആണല്ലേ? അപ്പോൾ എങ്ങനെ വരും? F1 ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ F1 ഇൻറ്റു A2 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A1 എന്നാണ്. അപ്പോൾ നമുക്ക് F1നെയാണ് കണ്ടുപിടിക്കേണ്ടത്. F1 നമ്മൾ കണ്ടുപിടിക്കേണ്ടെങ്കിൽ F1നെ നമ്മൾ ഒരു സമത്തിൻ്റെ ഒറ്റയ്ക്കാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ കൂടെയുള്ള A2 ഇല്ലേ, ഈ A2നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പം അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങോട്ട് പോകും, അത് താഴേക്ക് പോകും. മുകളിലുണ്ടായിരുന്ന ആൾ താഴേക്ക് പോകും, താഴെയുള്ള ആൾക്കാർ മുകളിലേക്ക് വരും. അതായത് സമത്തിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മുകളിലിരിക്കുന്ന ആൾ താഴേക്ക് പോകും, താഴെ ഇരിക്കുന്ന ആൾ മുകളിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ വരും? F1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A1. ഈ സ്റ്റെപ്പ് എല്ലാം എഴുതിയാലേ മാർക്ക് തരുവോളെ. ഓക്കെ, F2 ഇൻറ്റു A1 ഡിവൈഡ് ബൈ എന്താണ്? A2 എന്ന് വരും. A2 താഴേക്ക് പോയി.
F1 ഈസ് ഈക്വൽ ടു, അപ്പോൾ F1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ A2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, A2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ A2 അവിടെ പോയി താഴെ വന്നു. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു A1 ഡിവൈഡ് ബൈ A2 എന്ന് വന്നു. അപ്പോൾ ഇനി നമുക്ക് എല്ലാ ഇക്വേഷനായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം എന്താ F2 എന്നറിയാം, എന്താ A1 എന്നറിയാം, എന്താണ് A2 എന്നറിയാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം F2 എത്രയാണ്? F2 20,000 ഇൻറ്റു A1 എത്രയാണ്? A1 1 ഡിവൈഡ് ബൈ A2 എത്രയാണ്? 10. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എങ്ങനെ വരും? 20,000 ഇൻറ്റു 1. 20,000 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 20,000 തന്നെ അല്ലേ? ഏതൊരു നമ്പർ ഇൻറ്റു 1 എന്ന് പറയുമ്പം ആ നമ്പർ തന്നെ. അപ്പം 20,000 ഡിവൈഡ് ബൈ 10. ഓക്കെ, 20,000 ഡിവൈഡ് ബൈ 10. നമുക്കറിയാം ഇവിടുത്തെ ഒരു 0വും ഇവിടുത്തെ ഒരു 0യും ഒരു 0 കട്ട് ചെയ്യുന്നു, അറിയാമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 2000 ഡിവൈഡ് ബൈ 1 എന്ന് വരും. അതെന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു നമ്പർ ഡിവൈഡ് ബൈ 2000 ഡിവൈഡ് ബൈ 1, ഏതൊരു നമ്പർ ഡിവൈഡ് ബൈ 1 എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെയാണ്. സോ 2000 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി, ഒന്നാമത്തെ ആ ഒരു ഈ ട്യൂബിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2000 ന്യൂട്ടൺ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുള്ളൂ. അത് 20,000 ന്യൂട്ടൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പം JCBയുടെ ഒക്കെ ആ ഒരു വർക്കിംഗ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നു, അത് വലിയൊരു ഫോഴ്സായിട്ട് മാറുന്നു. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് വരിക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.